മലപ്പുറം പൊന്നാനിയിലെ വീട്ടിൽ നിന്ന് 350 പവൻ സ്വർണം കവർന്ന കേസിൽ മുഖ്യപ്രതി സുഹൈൽ എന്ന പോലീസ്. സുഹൈൽ 50ഓളം കേസിൽ പ്രതിയെന്നും മലപ്പുറം SP R വിശ്വനാഥൻ. പിടിയിലായ 3 പ്രതികളെയും റിമാൻഡ് ചെയ്തു. കഴിഞ്ഞ ഏപ്രിൽ മാസത്തിലാണ് പൊന്നാനിയിലെ പ്രവാസിയായ രാജേഷിന്റെ അടച്ചിട്ട വീട്ടിൽ നിന്നും 350 പവൻ സ്വർണം മോഷ്ടിക്കപ്പെട്ടത്. 7 മാസങ്ങൾക്ക് ശേഷം ഇന്നലെയാണ് സംഭവത്തിൽ 3 പ്രതികളെ പോലീസ് പിടികൂടിയത്. പൊന്നാനി സ്വദേശികളായ സുഹൈൽ, നാസർ എന്നിവരും പാലക്കാട് സ്വദേശി മനോജുമാണ് പിടിയിലായത്. മോഷ്ടിച്ച 1110 ഗ്രാം സ്വർണവും 7.5 ലക്ഷം രൂപയും ഇവരിൽ നിന്നും കണ്ടെടുത്തു. സുഹൈലാണ് കേസിലെ മുഖ്യപ്രതിയെന്ന് മലപ്പുറം SP R വിശ്വനാഥൻ പറഞ്ഞു. ഇതിന്റെ ആദ്യഘട്ടം എന്നുള്ള രീതിയിൽ ഈ കേസിലെ മുഖ്യ പങ്ക് വഹിക്കുന്ന ഒരു വ്യക്തി സുഹൈൽ 50ലധികം മോഷണ കേസിലെ പ്രതിയാണ്. ഞാൻ പാലക്കാടും തൃശ്ശൂരും ഇരിക്കുമ്പോൾ അപ്പോൾ അവിടെയും കേസുകളിൽ എൻ്റെ ടീം തന്നെ പിടിച്ച പ്രതിയാണ്. അയാളോടൊപ്പം നാസർ എന്ന് പറഞ്ഞ വ്യക്തി, അയാളുടെ പങ്ക് പൂർണ്ണമായിട്ടും ഓപ്പറേഷനിൽ ഉണ്ടോ എന്നുള്ളത് നമുക്ക് വെളിവാകാൻ സാധിച്ചിട്ടില്ല. എന്നിരിക്കലും അയാളുടെ ഇൻവോൾവ്മെന്റ് ഇൻ സെയിൽ ഓഫ് ദ പ്രൊസീഡ്സ്, അതിനുശേഷം ഇതിന്റെ സഹായ സഹകരണങ്ങളും ഗൂഢാലോചനയിലും ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് കരുതുന്ന നാസർ. പിന്നീടുള്ളൊരു മനോജ് എന്ന് പറയുന്നത് ഈ കേസിലെ മോഷണം മുതൽ വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാവിധ സഹായ സഹകരണങ്ങളും ചെയ്തു കൊടുത്ത വ്യക്തിയാണ്. മനോജ് തന്നെയാണ് സുഹൈലിന് ഇതിനു മുന്നത്തെ പല കേസുകളിലും ജാമ്യമടക്കമുള്ള നടപടികളിലേക്കുള്ള സഹായങ്ങളും ചെയ്തു കൊടുത്തിരിക്കുന്നു. സുഹൈലിന് നാട്ടിലെമ്പാടും കേസുകളിലും പലയിടങ്ങളിലും കേസിൽ കൂടുതൽ പ്രതികൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് പോലീസിന്റെ നിഗമനം. പിടിയിലായ കവർച്ചാ സംഘത്തിന് സ്വർണ്ണ കവർച്ചാ സംഘങ്ങളുമായി ബന്ധമുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. പ്രവാസിയായ പൊന്നാനി സ്വദേശി രാജേഷിന്റെ വീട്ടിൽ ലോക്കറിൽ സൂക്ഷിച്ച സ്വർണമാണ് മോഷ്ടിച്ചത്. സംഭവ ദിവസം രാജേഷ് കുടുംബസമേതം ദുബായിലായിരുന്നു. വീട് വൃത്തിയാക്കാനെത്തിയ ജോലിക്കാരിയാണ് മോഷണ വിവരം ആദ്യം അറിയുന്നത്. ജനം, മലപ്പുറം.